ഈ തൊഴിൽ വാർത്ത പഠിക്കുക എന്നുള്ള ലക്ഷ്യമാണ് നമുക്കുള്ളത്. അതായത് നവംബർ 8 തൊഴിൽ വാർത്തയാണിത്. തൊഴിൽ വാർത്ത കംപ്ലീറ്റ് ചെയ്യുക ഒരാഴ്ച എന്നുള്ളതാണ് നമുക്കൊരു പഠിക്കാനുള്ള എയിം. അപ്പോൾ തൊഴിൽ വാർത്ത വരുത്തുന്നവരൊക്കെ തൊഴിൽ വാർത്ത എടുക്കുക, എന്നിട്ട് ശേഷം നമുക്ക് തൊഴിൽ വാർത്ത ഒരുമിച്ച് പഠിക്കുക എന്നുള്ള ഒരു രീതിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്ക് പഠിക്കാം. ക്ലിയർ ആവുന്നുണ്ടെന്ന് വിചാരിക്കാം. ഇതിലാദ്യം ഈ ആഴ്ചയിലത്തെ കറണ്ട് അഫെയർസ് കൊടുത്തിട്ടുണ്ട്. ഏത് വർഷത്തെ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരമാണ് മോഹൻലാലിന് ലഭിച്ചത്? 2023 55ാമത്തെയാണ് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് മോഹൻലാലിന് ലഭിച്ചിട്ടുള്ളത്. 10 ലക്ഷം രൂപ, സ്വർണ്ണകമലം. ഇന്ത്യൻ സിനിമയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഫാൽക്കെയുടെ പേരിലുള്ള പുരസ്കാരം ഇന്ത്യൻ സിനിമയിലെ പരമോന്നത ബഹുമതിയാണിത്. ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് 1969 മുതൽ നൽകി തുടങ്ങിയിട്ടുണ്ട് ഫാൽക്കെ. ഇതിന്റെ ജേതാവ് ആദ്യത്തെ ദേവിക റാണി റോറിച്ച് ആണ്. ഫാൽക്കെയുടെ ആദ്യത്തെ ചിത്രമായിട്ടുള്ള രാജ ഹരിശ്ചന്ദ്രയാണ് 1913 ഇന്ത്യയിലെ ആദ്യ ശബ്ദചിത്രം ആയിരുന്നു കേട്ടോ. രാജ ഹരിശ്ചന്ദ്ര. ആലം ആര എന്ന് പറയുന്നത് അർദേശ് ഇറാനി സംവിധാനം ചെയ്തിട്ടുള്ള ആലം ആരയാണ് ആദ്യ ശബ്ദചിത്രം. ഫാൽക്കെ പുരസ്കാരം നേടുന്ന രണ്ടാമത്തെ മലയാളിയാണ് മോഹൻലാൽ. ആദ്യ മലയാളി അടൂർ ഗോപാലകൃഷ്ണൻ. അമിതാഭ് ബച്ചൻ 18, രജനീകാന്ത് 19, ആശ പരീക്കർ 20, വഹീദ റഹ്മാൻ 21, മിഥുൻ ചക്രവർത്തി 22 എന്നിവരാണ് ഇതിന് മുമ്പ് സമീപകാലത്തെ ജേതാക്കള്. അപ്പോൾ ഓക്കെ അല്ലേ? അത് രണ്ടാമത്തെ. അടുത്തിടെ പാകിസ്ഥാനുമായി പ്രതിരോധ കരാർ ഒപ്പുവെച്ചിട്ടുള്ള രാജ്യമാണ് സൗദി അറേബ്യ. ഒരു രാജ്യത്തിനെതിരെയുള്ള ആക്രമണം ഇരു രാജ്യങ്ങൾക്കും എതിരെയുള്ളതായിട്ട് കണക്കാക്കണമെന്നാണ് കരാറിലെ പ്രധാന വ്യവസ്ഥ. നാറ്റോ അംഗരാജ്യങ്ങൾക്കിടയിലെ പ്രതിരോധ ഉടമ്പടിക്ക് സമാനമാണ് ഈ കരാറിലെ വ്യവസ്ഥകള്. ഏത് ചലച്ചിത്ര സംവിധായകന്റെ ജന്മശതാബ്ദിയായിരുന്നു 2025 സെപ്റ്റംബർ 19? MB ശ്രീനിവാസൻ. അത്ര ഇമ്പോർട്ടൻ്റ് ആണ് എനിക്ക് തോന്നുന്നില്ല. അടുത്തത്, കേരള മീഡിയ അക്കാദമിയുടെ 2024-25 ഇന്ത്യൻ മീഡിയ പേഴ്സണൽ അവാർഡ് നേടിയിട്ടുള്ളത് രാജ്ദീപ് സർദേശായി. ഓക്കെ, രാജ്ദീപ് സർദേശായി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരള മീഡിയ അക്കാദമിയുടെ 2024-25 ഇന്ത്യൻ മീഡിയ പേഴ്സൺ അവാർഡ് നേടിയ ആളാണ് കേട്ടോ. ഇന്ത്യ ടുഡേ ഗ്രൂപ്പ് കൺസൾട്ടിംഗ് എഡിറ്റർ ആയിട്ടുള്ള 1 ലക്ഷം രൂപയാണ് സമ്മാനത്തുക. ഹോളിവുഡിലെ സുവർണ ബാലൻ എന്നറിയപ്പെടുന്ന സംവിധായകൻ കൂടിയാണ്. നടനെ അന്തരിച്ചു. പേരാണ് റോബർട്ട് റെഡ്ഫോർട്ട്. 1973 ദ സ്റ്റിംഗ് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ഓസ്കാർ ലഭിച്ചു. സ്വതന്ത്ര സിനിമകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് US-ന്റെ യൂട്ടായിൻ സൺഡാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചു. സിംഗപ്പൂരിൽ അടുത്തിടെ അന്തരിച്ച ബോളിവുഡ് നടനും സംവിധായകനും കൂടിയായിരുന്ന ഗായകനാണ് സുബിൻ ഗാർഗ്. തലമുടിയുടെ ഹൃദയതാളം എന്ന് ആരാധകർ വിശേഷിപ്പിക്കുന്ന സബീൻ ആസാം സ്വദേശിയാണ് കേട്ടോ ഈ സുബിൻ എന്ന് പറയുന്ന ആള്. ഗോത്രപരമായ ഗാർഗ് പിന്നീടാണ് യോജിപ്പിച്ചിട്ടുള്ളത്. അതായത് കുറച്ചുകൂടി സിമ്പിളാണിത്. അതായത് ഹോളിവുഡ് സുവർണ സംവിധായകൻ എന്നറിയപ്പെടുന്ന ഒരാളുണ്ടായിരുന്നു. അയാളുടെ പേരാണ് റോബർട്ട് റെഡ്ഫോർട്ട്. ആ നടൻ ഈ അടുത്ത് മരിച്ചു. 1973 ദ സ്റ്റിംഗ് എന്ന ചിത്രത്തിൽ അഭിനയത്തിന് ഓസ്കാർ ലഭിച്ചിട്ടുണ്ട്. അതാണ് ഇമ്പോർട്ടൻ്റ്. സിംഗപ്പൂരിലെ അടുത്തിടെ അന്തരിച്ചിട്ടുള്ള ബോളിവുഡ് നടനാണ് സുബിൻ ഗാർഗ്. തലമുറകളുടെ ഹൃദയതാളം എന്ന ആരാധകർ വിശേഷിപ്പിക്കുന്ന ആളായിരുന്നു സുബിൻ ഗാർഗ്. ഓക്കെ, അടുത്തത്, ഗാങ്സ്റ്റർ എന്ന ചിത്രത്തിൽ യാലി എന്ന ഗാനത്തിലൂടെ പ്രസിദ്ധനാണ് കേട്ടോ. യൂറോപ്പിൻ്റെ സംഗീത മത്സരമായിട്ടുള്ള യൂറോവിഷന് ബദലായിട്ട് റഷ്യ അടുത്തിടെ പുനരുജ്ജീവിപ്പിച്ച മുൻ സോവിയറ്റ് സംഗീത മത്സരമാണ് ഇന്റർവിഷനാണത്. ഇന്ത്യ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന്റെ പുതിയ പ്രസിഡന്റാണ് മിഥുൻ മൻഹാൻ. വൈസ് പ്രസിഡന്റിന്റെ രാജീവ് ശുക്ലയും ദേവ്ജിത്ത് സൈക്കിയ സെക്രട്ടറിയുമായി തുടരും. അടുത്തിടെ പാലസ്തീൻ രാജ്യത്തെ ഔദ്യോഗികമായി അംഗീകരിച്ച രാജ്യങ്ങൾ ഏതെന്ന് വെച്ചാൽ ബ്രിട്ടന്, ഓസ്ട്രേലിയ, കാനഡ, പോർച്ചുഗൽ, ഫ്രാൻസ്. G7 കൂട്ടായ്മയിൽ നിന്ന് പാലസ്തീനെ അംഗീകരിക്കാനായിരുന്ന
ആദ്യ രാജ്യങ്ങളാണ് ബ്രിട്ടനും കാനഡയും ഫ്രാൻസും. 193 UN അംഗരാജ്യങ്ങളിൽ 157 രാജ്യങ്ങളും അംഗീകരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പറയുന്നത് പാലസ്തീൻ രാജ്യത്തിൻ്റെ ഔദ്യോഗികമായി അംഗീകരിച്ച രാജ്യങ്ങൾ: ബ്രിട്ടൻ, ഓസ്ട്രേലിയ, കാനഡ, പോർച്ചുഗീസ്, ഫ്രാൻസ്. G7 കൂട്ടായ്മയിൽ നിന്ന് പാലസ്തീൻ അംഗമായിരുന്ന ആദ്യ രാജ്യങ്ങളാണ് ബ്രിട്ടനും കാനഡയും ഫ്രാൻസും. അടുത്തിടെ ലണ്ടനിൽ അന്തരിച്ചിട്ടുള്ള ഹറോൾഡ് ഡിക്കി ബേർഡ് എന്ത് നിലയിൽ പ്രശസ്തനായിട്ടുള്ള വ്യക്തിയായിരുന്നു? ഇംഗ്ലീഷ് ക്രിക്കറ്റ് അമ്പയർ. ഹറോൾഡ് ഡിക്കി ബേർഡ്. ഹറോൾഡ് ഡിക്കി ബേർഡ് എന്ത് നിലയിൽ പ്രശസ്തനായ വ്യക്തിയായിരുന്നു? ഇന്ത്യ ആദ്യമായി ചാമ്പ്യന്മാരായി 1983 3 ലോകകപ്പുകൾ നിയന്ത്രിച്ചിട്ടുണ്ട്. തൊഴിൽരഹിതമായ യുവാക്കൾക്ക് പ്രതിമാസം 1000 രൂപ അലയൻസിൽ പ്രഖ്യാപിച്ചിട്ടുള്ള സംസ്ഥാനമാണ് ബീഹാർ. കേരള രാജ്ഭവന്റെ വിശേഷണങ്ങളുമായി പുറത്തിറങ്ങുന്ന മാസിക ഈയിടെ പ്രകാശനം ചെയ്തതാണ് രാജഹംസം. ഭൂട്ടാനിൽ നിന്ന് അനധികൃതമായി കേരളത്തിലേക്ക് എത്തിച്ചെന്ന് സംശയിക്കുന്ന 36 വാഹനങ്ങൾ കസ്റ്റംസ് പിടിച്ചെടുത്തിട്ടുണ്ട്. അതാണ് നുംഖോർ. ഭൂട്ടാനീസ് ഭാഷയിൽ വാഹനം എന്നാണ് അർത്ഥം നുംഖോറിൻ്റെ. ഈ ഒരു ടേബിൾ കണ്ട 2026 ഓസ്കാർ പുരസ്കാരത്തിനുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രിയായി ഹിന്ദി ചിത്രം ഹോം ബൗണ്ട്. ഓക്കെ.